EVM ഹാക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പെന്ന് പരാതി. കാസർകോട്ടെ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് BM ജമാലിനെതിരെ UDF ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. EVM ഹാക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത 4 സ്ഥാനാർത്ഥികളെ ബന്ധപ്പെട്ടുവെന്നും ഉദുമ കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നുമാണ് പരാതി. ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് BM ജമാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP EVM ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BM ജമാൽ ബന്ധപ്പെട്ടത്. ഫലം UDFന് അനുകൂലമാക്കാൻ തന്റെ കയ്യിൽ സാങ്കേതിക വിദ്യ ഉണ്ട് എന്നായിരുന്നു വാഗ്ദാനം. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി വാഗ്ദാനം നിരസിച്ചു. കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ നിന്ന് ജമാൽ പണം കൈപ്പറ്റിയെന്നാണ് UDF ജില്ലാ കമ്മിറ്റിയുടെ പരാതി. അതേസമയം ഫലം അനുകൂലമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെയും ജമാൽ സമീപിച്ചിരുന്നുവെന്ന് കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിയായ ഷാനവാസ് പാതൂർ വെളിപ്പെടുത്തി. ഇല്ല, ഞാൻ ആദ്യം അതിനെ പറ്റിയിട്ട് കേൾക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് വീണ്ടും എന്നോട് പറയുകയാണ് അത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 14-ാം തീയതിയോടുകൂടി തന്നെ കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. 4-ാം തീയതി കണക്ക് നോക്കിയിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. ആരോപണം നിഷേധിച്ച് BM ജമാൽ തന്നെ രംഗത്ത് വന്നു. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുന്നതിനെതിരെയുള്ള പാർട്ടിക്കുള്ളിലെ നീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്ന് BM ജമാൽ. ഞാൻ DCC പ്രസിഡന്റ് ആവണം, എന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോകാൻ ഞാൻ എവിടെയും തയ്യാറല്ല. അങ്ങനെ ലീഡർഷിപ്പിന് കരുതിയിട്ടുണ്ടെങ്കിൽ, ലീഡർഷിപ്പ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കും. ഇത്തരം ഇങ്ങനെ ഒരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച് മാറിപ്പോകാൻ ഞാൻ തയ്യാറാണ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണത്തിൽ UDF നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റിപ്പോർട്ടർ, കാസർഗോഡ്.